ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു CSCB ആൻഡ് PSC മാസ്റ്റർ യൂട്യൂബ് ചാനൽ. അപ്പോൾ CSCBയുടെ പുതിയ നോട്ടിഫിക്കേഷൻസ് നമ്മുടെ CSCBയുടെ സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഇന്ന് പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ പ്രാവശ്യത്തെ നോട്ടിഫിക്കേഷൻ ഒരു പ്രത്യേകതയുണ്ട്. ജൂനിയർ ക്ലർക്ക് തസ്തിക ഒഴികെ ബാക്കി എല്ലാ തസ്തികയിലേക്കും ഓൺലൈൻ വഴിയാണ് ആപ്ലിക്കേഷൻ സ്വീകരിക്കുക. അടുത്ത തവണ മുതൽ ജൂനിയർ ക്ലർക്ക് നോട്ടിഫിക്കേഷനും ആ ഒരു തസ്തികയ്ക്കും ഓൺലൈൻ വഴിയായിരിക്കും ആപ്ലിക്കേഷൻ സ്വീകരിക്കുക. അതുകൂടാതെ ഇപ്പോൾ നിലവിൽ ജൂനിയർ ക്ലർക്ക് നോട്ടിഫിക്കേഷൻ ഒഴികെയുള്ള ബാക്കി എല്ലാ തസ്തികയ്ക്കും ഓൺലൈൻ വഴിയാണ് ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്നത്. അത് എപ്രകാരമാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാനൊരു വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ കാണാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ്റെ പ്രധാന കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഏകദേശം 160ഓളം വേക്കൻസികളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വിജ്ഞാപനം 20-ാം തീയതിയാണ് പബ്ലിഷ് ചെയ്തത്. അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് ആപ്ലിക്കേഷൻ ലഭിക്കേണ്ട അവസാന തീയതി 31/1/2024 31/1/2024 ജനുവരി 31-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് ആപ്ലിക്കേഷൻ ലഭിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ സെക്രട്ടറിയുടെ അപേക്ഷ ഓൺലൈനാണെന്ന് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഓൺലൈൻ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻസ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യുകയാണ്. ഓരോ സൊസൈറ്റികളുടെ സെക്രട്ടറിയുടെ എണ്ണം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നിലവിൽ 4 വേക്കൻസികളാണ് സെക്രട്ടറി പോസ്റ്റിലേക്ക് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് സെക്രട്ടറി, അതുപോലെ മാനേജർ, ചീഫ് അക്കൗണ്ടൻറ്റ്, അതും ഓൺലൈനിലാണ് അപേക്ഷ സ്വീകരിക്കുന്നത്. അതും ഒഴിവുകളുടെ എണ്ണവും അതുപോലെ തന്നെ ഏതൊക്കെ ബാങ്കുകളിലേക്കാണ്, ഏതൊക്കെ സൊസൈറ്റികളിലേക്കാണ് ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻസ് വിളിച്ചിരിക്കുന്നത് എന്നുള്ളത് കൃത്യം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജൂനിയർ ക്ലർക്ക് ക്യാഷർ തസ്തികയിലേക്കുള്ളത് പ്രത്യേകമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഓൺലൈൻ വഴിയല്ല, നിലവിൽ നേരിട്ടോ തപാൽ മുഖേനയാണ് ആ നോട്ടിഫിക്കേഷൻ സ്വീകരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒന്ന് ഞാൻ സ്ക്രോൾ ചെയ്ത് പോവുകയാണ്. നിങ്ങൾക്ക് വേണ്ട പോലെ നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ജനുവരി 31-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ ശ്രമിക്കണം. ഓൺലൈനിലുള്ള അപേക്ഷകൾ പെട്ടെന്ന് തന്നെ നമുക്ക് സമർപ്പിക്കാവുന്നതാണ്. വളരെ സിമ്പിളാണ്. അത് നമ്മുടെ PSCയുടെ അതേ ഒരു പ്രൊസീജിയറാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓൺലൈനിലുള്ള പ്രൊഫൈൽ ആദ്യം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ നോട്ടിഫിക്കേഷൻസിന് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ ആപ്ലിക്കേഷൻ സമർപ്പിക്കാവൂ. കാരണം ഒരു പ്രാവശ്യം നമ്മൾ ആപ്ലിക്കേഷൻ സമർപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കറക്റ്റ് ചെയ്യാൻ പാടാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ക്വാളിഫിക്കേഷന്, അതുപോലെ തന്നെ എന്തെങ്കിലും ഡീറ്റെയിൽസിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ സമർപ്പിക്കാൻ സാധിക്കൂ. അതുപോലെ തന്നെ എപ്രകാരമാണ് ഈ ഓൺലൈനിൽ നമ്മൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊന്ന് നിങ്ങൾ കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നിലവിലുള്ള വേക്കൻസികൾ ഇവയാണ്. അതുപോലെ തന്നെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ അടുത്തൊരു കാറ്റഗറിയാണ്. അതിൻ്റെ അപേക്ഷ ഓൺലൈനിലാണെന്ന് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, അതുപോലെ തന്നെ സിസ്റ്റം സൂപ്പർവൈസർ, അതും അപേക്ഷ ഓൺലൈനിലാണ്. അതുപോലെ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ, അതും അപേക്ഷ ഓൺലൈനിലാണ്. അപ്പോൾ ഇത്രയും വേക്കൻസികളിൽ ജൂനിയർ ക്ലർക്ക് തുടങ്ങിയ വേക്കൻസികളിൽ ജൂനിയർ ക്ലർക്കിൻ്റെ അപേക്ഷ മാത്രമേ തപാലിലുള്ളൂ. ബാക്കിയെല്ലാം ഓൺലൈൻ വഴി മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ടൈപ്പിസ്റ്റ്, അതും അപേക്ഷ ഓൺലൈനിലാണ്. അപ്പോൾ ഓൺലൈനിൽ നമുക്ക് അപ്ലൈ ചെയ്യുന്നത് ഓൺലൈനിൽ തന്നെ നമുക്ക് നമ്മുടെ ഈ ചെല്ലാൻ എമൗണ്ടും കാര്യങ്ങളൊക്കെ ഓൺലൈനിൽ തന്നെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പ്രായപരിധി കൊടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അപേക്ഷ ഫോറം കാര്യങ്ങളൊക്കെ CSCBയുടെ സൈറ്റിൽ, പ്രത്യേകിച്ച് സൈറ്റ് അഡ്രസ്സ് മാറിയിട്ടുള്ള കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. എങ്കിലും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. kerala.cscb.gov.in എന്നുള്ള സൈറ്റിലാണ് നമ്മുടെ ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതും ഈ ഒരു സൈറ്റിൽ കൂടെ മാത്രമായിരിക്കും. അത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ പ്രൊഫൈലിലൂടെ ഓൺലൈനായി ഇത്തരത്തിലുള്ള കാറ്റഗറി നമ്പറിലുള്ള ആപ്ലിക്കേഷന് പരീക്ഷാ ബോർഡിൻ്റെ വെബ്സൈറ്റിൽ 31/1/2024 മുമ്പായിട്ട് സമർപ്പിക്കേണ്ടതാണ്. ഓൺലൈനിലും 31-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നോട്ടിഫിക്കേഷന് പ്രത്യേകമായിട്ടും ഓടിച്ചു വിട്ട് പറയാൻ സാധിക്കുക. അപ്പോൾ നിങ്ങളതൊന്ന് നോക്കുക. നമുക്ക് ഓൺലൈനിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നുള്ള കാര്യം ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുത്തേക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.